ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രചാരണം അഴിച്ചുവിടാൻ കോൺഗ്രസ് നീക്കം തുടങ്ങിയെന്ന വാർത്ത രാജ്യത്തിന്റെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്തു എന്ന ആരോപണം ഉയർത്തിയാണ് ഇപ്പോഴത്തെ പ്രചാരണം. തുടർ സമരപരിപാടികൾ ചർച്ച ചെയ്യാൻ ഇന്ന് 5 സംസ്ഥാനത്തെ നേതാക്കളുടെ യോഗം കോൺഗ്രസ് ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് അപ്ഡേഷനുമായി ചേരുന്നു. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. പറയാ അരവിന്ദ്. ഗുഡ് മോർണിംഗ് SKN. ഇന്ത്യ US വ്യാപാര കരാറിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുവാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ആദ്യഘട്ട പ്രചാരണങ്ങൾക്ക് കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്തു എന്ന ആരോപണം ഉയർത്തിയാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ വാർത്താ സമ്മേളനമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ മുതിർന്ന നേതാക്കൾ ഇന്നലെ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്തിയത്. അതേസമയം സച്ചിൻ പൈലറ്റ് മുംബൈയിലും അതുപോലെ തന്നെ മറ്റ് മുതിർന്ന നേതാക്കൾ വിവിധയിടങ്ങളിൽ വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. കർഷകരെയും അതുപോലെ തന്നെ കർഷക സംഘടനാ നേതാക്കളെ അടക്കം അണിചേർത്തുകൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. അതേസമയം തന്നെ ഈ തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ ഇന്ന് ഡൽഹിയിൽ ഒരു നിർണായക യോഗം കോൺഗ്രസ് വിളിച്ചിട്ടുണ്ട്. 5 സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുക. എങ്ങനെയാണ് ഇന്ത്യ US വ്യാപാര കരാറിൽ അതിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുക, ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തണമെന്ന കാര്യത്തിൽ ഇന്നത്തെ യോഗത്തോടുകൂടി ഒരു അന്തിമ തീരുമാനമുണ്ടാകും. ഈ മാസം അവസാനത്തോടുകൂടി പഞ്ചാബിൽ ഒരു മെഗാ റാലി സംഘടിപ്പിക്കുവാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യഘട്ടമായി വിവിധ സംസ്ഥാനങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തി ജനങ്ങളെ കൃത്യമായി ഇന്ത്യ US വ്യാപാര കരാറിന്റെ പ്രത്യാഘാതങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആദ്യഘട്ട പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തുടർ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. മെഗാ റാലികൾ ഉണ്ടാകും, വിവിധ PCC തലങ്ങളിലുള്ള പ്രതിഷേധമുണ്ടാകും. എന്തായാലും ഈ 5 സംസ്ഥാനങ്ങൾ പ്രധാനമായും കോൺഗ്രസ് തെരഞ്ഞെടുത്തത് ഇന്ത്യ US വ്യാപാര കരാറിൽ ഈ 5 സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിക്കുന്ന കാർഷിക വിളകൾക്കാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുക. അത് സോയാബീൻ ആകട്ടെ, ചോളമാകട്ടെ, അതുപോലെ തന്നെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളാകട്ടെ, ഈ സംസ്ഥാനങ്ങളിലെ കർഷകർക്കായിരിക്കും ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും കോൺഗ്രസിന്റെ പ്രതിഷേധം. വരും ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി കോൺഗ്രസിന്റെ പ്രതിഷേധം വ്യാപിക്കും. എന്തായാലും ഇന്നത്തെ യോഗത്തിന് ശേഷം ഇതിൽ തുടർ നടപടികളും കോൺഗ്രസ് സ്വീകരിക്കും. SKN. ഓക്കെ, താങ്ക് യു PR അരവിന്ദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.